ഹായ് എവരിവൺ. അപ്പം നിങ്ങളും എന്നെപ്പോലെ നേച്ചർ വൈൽഡ് ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, അതായത് നിങ്ങളുടെ ലിസ്റ്റ് ഓഫ് ലക്ഷറീസിൽ നേച്ചർ വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസും പെടുന്നതാണെങ്കിൽ, നിങ്ങൾക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് തരുന്നൊരു ഏരിയ, ഒരു സ്റ്റേ ഓപ്ഷൻ പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മൂന്നാറിലെ സാധാരണ ടൂറിസ്റ്റ് സ്പോട്ട്സൊക്കെ കണ്ടു കഴിഞ്ഞ്, മൂന്നാർ ടോപ്പ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് ഒരു നേരെ പോരുമ്പോൾ നമ്മളുടെ പാമ്പാടും ഷോല നാഷണൽ പാർക്കിൻ്റെ ചെക്ക് പോസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഉള്ളിൽ കയറി വട്ടവടയിലേക്ക് പോകുന്ന റൂട്ടിൽ ഒരു 1.5 കിലോമീറ്റർ നമ്മൾ റൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു അടിപൊളി പുൽമേടുകളുടെ ഇടയിൽ കൂടെ റൈഡ് ചെയ്യും. ആ ഒരു ഏരിയ ശരിക്കും ഒരു വേറെ ലെവൽ ഫീൽ തരുന്ന ഒരു ഏരിയയാണ്. അതായത് ശരിക്കും മൂന്നാറിൽ നിന്ന് നമ്മുടെ തേയിലത്തോട്ടങ്ങളും അങ്ങനെ കുറേ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഡ്രൈവ് പോയി ഇവിടെ മൂന്നാർ ടോപ്പ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് അതിനെയും വെട്ടിക്കുന്ന മനം കവരുന്ന ഒരു കാഴ്ചകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ടോട്ടലി ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസ്. അപ്പോൾ അവിടെ നമ്മൾ റൈറ്റിൽ ലെഫ്റ്റിലായിട്ട് കുറച്ച് ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റും. അതുമാത്രമേ ഉള്ളൂ അവിടെ ബിൽഡിംഗ് ആയിട്ട്. അപ്പോൾ ആ ബിൽഡിങ്സിൽ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് എഡ്യൂക്കേഷൻ്റെ പർപ്പസിന്, ഒരു റിസർച്ചും എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഓഫീസാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്കൊരു ചുവന്ന ബിൽഡിങ്ങും പിന്നെ അതിനോട് ചേർന്ന് കുറച്ച് ഗ്ലാസ് ഇട്ട കുറച്ച് ബിൽഡിങ്ങും അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അവിടെ നമുക്ക് സ്റ്റേ ഓപ്ഷൻ അവൈലബിൾ ആണ്. നീണ്ടു നിവർന്ന് നടക്കുന്ന പുൽമേടുകളും അത് കഴിഞ്ഞിട്ട് കുറച്ച് കൊടുങ്കാടും തിക്കായിട്ടുള്ള ഫോറസ്റ്റും പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് മലകളും, അങ്ങനത്തെ ഒരു സൂപ്പർ വ്യൂ കിട്ടുന്നൊരു ഏരിയയിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു 4 പേരെങ്കിലും എന്നോടൊന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ സ്റ്റേ ഓപ്ഷൻ്റെ എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെ. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ബുക്ക് ചെയ്യുന്നത് മൂന്നാർ വൈൽഡ് ലൈഫിൻ്റെ വെബ്സൈറ്റിൽ തന്നെയാണ്. അവരുടെ നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അക്കോമഡേഷൻസിൻ്റെ അകത്ത് ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേ എന്ന് പറയുന്നത് കുരിങ്ങി, സയാത്യ, പിന്നെ മാർട്ടിൻ, പിന്നെ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതിൻ്റെ ഞാൻ കറക്റ്റ് ലിങ്കും ഇതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ സ്ക്രീൻഷോട്ടും നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ 4 ഓപ്ഷൻസാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേയിൽ വരുന്നത്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വരാവുന്നതാണ്. പിന്നെ ഇവിടെ തന്നെ ട്രെക്കിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ട്രെക്കിംഗ് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വെച്ച് തന്നെ പറയാം, അവർ അറേഞ്ച് ചെയ്യും. ഇവിടെ കിട്ടുന്ന കാഴ്ചകൾ അടിപൊളിയാണ്. കുറേ മൃഗങ്ങളെ കാണാൻ പറ്റും. കുരങ്ങന്മാർ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റൂമൊന്നും തുറന്നിടരുത്. വിൻഡോസും ഡോർസൊക്കെ എപ്പോഴും ക്ലോസ്ഡ് ആയിട്ട് തന്നെ വെക്കണം. ഇവിടെ നമുക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഡിന്നറിന് നമുക്ക് വരുന്നത് ചപ്പാത്തിയും ചിക്കനും, പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയും. ഇപ്പോൾ ഞാൻ മൃഗങ്ങളെ കാണാമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ കുരങ്ങന്മാരെ നിങ്ങൾക്ക് അവിടെ നിൽക്കുമ്പോൾ കംപ്ലീറ്റ് എപ്പോഴും കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ളത് നമ്മുടെ നോർമൽ ലങ്കൂർസും പിന്നെ നീൽഗിരി ലങ്കൂർസും നമ്മുടെ കരിങ്കുരങ്ങുമാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഇടക്ക് മാനിനെ കാണാൻ പറ്റും. പിന്നെ കാട്ടുപോത്തും ഇവിടെ സ്ഥിരമായിട്ടുള്ളൊരു സൈറ്റിംഗ് ആണ്. പിന്നെ ഇവിടെ ഈ നീൽഗിരി ലങ്കൂർസ്, അതായത് കരിങ്കുരങ്ങുണ്ട്. കരിങ്കുരങ്ങിനെ അങ്ങനെ പുറത്തേക്ക് കണ്ടില്ല, പക്ഷെ കാട്ടിലൂടെ ഓടി കിടക്കണ്ടായിരുന്നു. നല്ല സൗണ്ടൊക്കെ എടുത്തിട്ടാണ് ഓടുന്നത്. അവരുടെ സൗണ്ട് കേൾക്കാൻ തന്നെ ഒരു ഭീകരതയാണ്. കൂട്ടത്തോടെ വന്നിട്ട് ഇങ്ങനെ ചാടി ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകും. ഇവിടുത്തെ കുറച്ച് കിളികൾ ഇഷ്ടംമാരുണ്ട് ഇവിടെ. അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് മൈൻഡ് ശരിക്കും റിലാക്സിങ് ആണ് ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ. ഇവിടെ നെറ്റ്വർക്ക് റേഞ്ചൊക്കെ കുറവാണ്. സോ യു വിൽ ബി കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ഫ്രം യുവർ സിറ്റി ലൈഫ് ആൻഡ് ഹ്യൂമൻ കൈൻഡ്. പിന്നെ ഇവിടെ നമ്മുടെ കെയർ ടേക്കറൊക്കെ നല്ല കമ്പനിയാണ്.
പാവങ്ങളാണ്. നമുക്ക് ചായ, സ്നാക്സ് നമുക്ക് ചോദിച്ചാൽ ഉണ്ടാക്കി തരും. ചായയൊക്കെ കിട്ടും, കട്ടൻ ചായയൊക്കെ എപ്പോൾ വേണമെങ്കിലും കിട്ടും. പിന്നെ രാത്രി ഡിന്നർ 7 മണിക്കാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക്. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേണം വരാൻ. ഇവിടെ ഒരു സന്ധ്യ സമയമാകുമ്പോഴേക്കും നമ്മുടെ കാട്ടുപോത്ത് ഇറങ്ങും. അപ്പം ഞങ്ങൾ ഒരു 4 മണി തൊട്ടേ വെയിറ്റ് ചെയ്യാണ് കാട്ടുപോത്തിനെ കാണാനായിട്ട്. ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളുടെ ഇവിടെ കാട്ടുപോത്ത് ഇറങ്ങി. അതും അടുത്തല്ലായിരുന്നു, കുറച്ച് ദൂരെയാണ് ഇറങ്ങിയത്. കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്ന് ഇങ്ങനെ ഇരുട്ടായതുകൊണ്ട് നമ്മളുടെ ക്യാമറയിലും കറക്റ്റായിട്ട് അവരെ ക്ലാരിറ്റിയോടെ കിട്ടണ്ടായിരുന്നു. നല്ല തണുപ്പാട്ടോ, വൈകിട്ടാകുമ്പോഴേക്കും ഭയങ്കര തണുപ്പാവും. ഇപ്പം മൂന്നാറിൽ 3 ഡിഗ്രി വരെയൊക്കെ തണുപ്പായല്ലോ. ഇവിടെയും അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയാണ്. അപ്പോൾ വരുന്നവർ കോട്ടൊക്കെ എടുത്തിട്ട് വരിക. കുറച്ച് നേരം ഇങ്ങനെ അവരെ കണ്ടുകൊണ്ടിരുന്നു. ചെറിയ കാട്ടുപോത്തിൻ്റെ കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ക്ലിയർ ആയില്ലായിരുന്നു, ഭയങ്കര ദൂരെയൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഈ ഇരുട്ടത്ത് കാട്ടുപോത്തിനെ കണ്ടുനിന്ന് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ക്ലിയറായിട്ട് കാണാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഭയങ്കര ദൂരം കേട്ടോ, ക്യാമറയിൽ സൂം ചെയ്തെടുത്തിരിക്കുന്ന ഇതാണ്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും ക്ലിയർ അല്ല. നല്ല സൈസാണ് ആ കാട്ടുപോത്തൊക്കെ. അത് ഇതിൽ ശരിക്കും മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഒരു ഫാമിലി ആയിട്ട് തന്നെ വന്നു, കൂട്ടത്തോടെ തന്നെ വന്നു. പിന്നെ അവർ കുറേ നേരം അവിടെ തന്നെയായിരുന്നു, ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തായിട്ട്. ഇപ്പോൾ 7 മണി ആയപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും എന്താ നിൽക്കണു ഒരാൾ പുറത്ത്. ഞങ്ങൾ ഇറങ്ങിയ സ്പീഡിൽ തന്നെ തിരിച്ചു കയറി. കാട്ടുപോത്ത് ആൾ വലിയ കുഴപ്പമില്ലെങ്കിലും അവരങ്ങനെ ആക്രമണകാരിയൊന്നും അല്ലെങ്കിലും വൈൽഡ് ആനിമൽസാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും അവർക്ക് തരം മാറാം. അങ്ങനെ കാട്ടുപോത്തിനെ തൊട്ടടുത്ത് കണ്ടിങ്ങനെ നിന്ന് ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തൊരു വിഷമമൊക്കെ മാറിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാണ്ടായി, ഇവൻ തൊട്ട് പുറത്ത് തന്നെ നിൽക്കണുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഉള്ളിൽ നിന്ന് ജനാലിൽ കൂടി ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞപ്പോഴേക്കും കെയർ ടേക്കർ വന്നു, ഞങ്ങൾ വിളിച്ചു. അപ്പോഴാണ് പുള്ളി പറയണം, ഇവിടെ ഒരു 4-5 കാട്ടുപോത്തുണ്ട് ഇവിടെ, കുറച്ച് ഇണങ്ങി നിൽക്കുന്നു, അവരങ്ങനെ പ്രശ്നക്കാരില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇവൻ്റെ നല്ലോണം വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ ഇരുട്ടായതുകൊണ്ട് തന്നെ മര്യാദക്ക് വീഡിയോ ഒന്നും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇവനെ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിക്കാൻ പോയി. ഇത്ര അടുത്തായിരുന്നു ഇവൻ, തൊട്ടടുത്ത് തന്നെ നിൽക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ പേടിച്ചു പോയായിരുന്നു. ഇവിടെ വരുന്നവരെന്തായാലും കാട്ടുപോത്ത് ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറയുമെങ്കിലും അടുത്തേക്കൊന്നും പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങി. പിന്നെ രാവിലെ ഒന്ന് പുറത്തേക്ക് നടക്കാനിറങ്ങി. രാവിലെയും അത്യാവശ്യം മഞ്ഞുമൂടിയൊക്കെ ആയിരുന്നു. പിന്നെ കാട്ടുപോത്തിൻ്റെ ഫാമിലി നേരെ ഓപ്പോസിറ്റിൽ ആ ഒരു സ്റ്റേയുടെ അടുത്ത് തന്നെ ഇപ്പോഴും ഉണ്ടായിരുന്നു. അവർ രാത്രി മൊത്തം അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. ഇവിടെ കുറേ പക്ഷികളൊക്കെ ഉണ്ട്. അതിൽ 1-2 പേരെയൊക്കെ നമ്മുടെ ക്യാമറയിൽ കിട്ടിയായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും കാടിൻ്റെ ഉള്ളിലാണ്. കുറേ സൗണ്ട് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ തന്നെ പക്ഷികളുടെ സൗണ്ട്സാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മ്യൂസിക്കാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് പാട്ടൊന്നും ഇടാൻ പറ്റില്ലല്ലോ, ഇപ്പോൾ ഫുള്ളും കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ വരാറുണ്ട്. അപ്പോൾ പാട്ടിടുന്നില്ല. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇവിടുത്തെ തന്നെ സൗണ്ട്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അത് കുറച്ച് റിയാലിറ്റിനോട് ക്ലോസ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ രാവിലെ ഇവിടെ ഫുൾ മിസ്റ്റൊക്കെ കവേർഡായിട്ട് കോടയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി ഇല്ലായിരുന്നു, പക്ഷേ നല്ലൊരു വൈബായിരുന്നു. ദൂരേക്ക് വിസിബിലിറ്റി കിട്ടണമായിരുന്നു. ബട്ട് നല്ല തണുപ്പാണ് ഇവിടെ. അറിയാലോ, മൂന്നാറിലിപ്പോൾ 3 ഡിഗ്രീസ് വരെയൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്നവർ കോട്ടോ സ്വെറ്ററോ ഒക്കെ കരുതുക. ഉച്ചയ്ക്ക് നമുക്കധികം ഫീൽ ചെയ്യില്ല, പക്ഷേ രാത്രി ടൈം ആകുമ്പോഴാണ് ഈ തണുപ്പ് ഭയങ്കരമായിട്ട് വരുന്നത്.
രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ കുരങ്ങന്മാരൊക്കെ തിരിച്ചു വന്നു വെളിച്ചം വെച്ചപ്പോഴേക്കും. പിന്നെ കാട്ടുപോത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 7 മണി ആ ടൈം വരെയൊക്കെ കാട്ടുപോത്ത് നമ്മളുടെ ഓപ്പോസിറ്റ് തന്നെ നിന്ന് അവിടെ നിന്ന് പുല്ലൊക്കെ കഴിക്കണ്ടായിരുന്നു. പിന്നെ ഒരു 8 മണി സമയം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും പിന്നെ അവരൊക്കെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഇനി വൈകിട്ട് 6 മണി സമയത്തൊക്കെ തിരിച്ചു വരുമെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റേ ഓപ്ഷൻസ്. നമുക്ക് ഇവിടെ 4 റൂംസാണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 2 പേർക്ക് പറ്റുന്ന റൂംസ് കുറിഞ്ചി ആൻഡ് സയാത്യ. 5 പേരാണെങ്കിൽ നിങ്ങൾക്ക് മെലാനോ ഓർ മാർട്ടിൻ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരണമെങ്കിലും നിങ്ങൾക്കിത് മൊത്തത്തിൽ ബുക്ക് ചെയ്തിട്ടൊക്കെ വരാം. അപ്പോൾ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും.